സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി സുധ ഷാജി, ഭരണങ്ങാന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സന്യസ്തരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, ഭരണങ്ങാനം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സെൻ്ററാണ്. ഇവിടെയുള്ള എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചതാണ്. ഈ സ്കൂള് 4 വർഷം കഴിയുമ്പോൾ 100 വർഷമാകും. അത്രയും കൊല്ലം മുമ്പ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഭരണങ്ങാനത്ത് സ്കൂളുകൾ ഉണ്ടാവുകയും ധാരാളം കുട്ടികൾ അവിടെ അഡ്മിഷൻ നേടുകയും ചെയ്തത് നമുക്കെല്ലാം അറിയാം. ഭരണങ്ങാനത്തെ എല്ലാ സ്കൂളിലും ധാരാളം കുട്ടികളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലം അതിപുരാതനമായ ഒരു സ്ഥലമാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഇടവക 1004 നിലവിൽ വന്നതാണ്. നൂറ്റാണ്ടുകളായി വിശ്വാസ പാരമ്പര്യത്തിൽ വളർന്നു വന്ന നമ്മുടെയൊക്കെ പൂർവികര് പഠിച്ചു വളർന്ന ഒരു സ്ഥലമാണ് ഭരണങ്ങാനം. അതുമാത്രമല്ല, അധ്യാപന രംഗത്തുണ്ടായിരുന്ന വിശുദ്ധ അൽഫോൻസാമ്മ ജീവിച്ച് ശുദ്ധി നേടിയത് ഭരണങ്ങാനത്താണ്. അങ്ങനെ ആഗോള പ്രസിദ്ധി നേടിയ ഒരു സ്ഥലമാണ് ഭരണങ്ങാനം. ഈ സ്ഥലത്തെ സ്കൂളിൽ പഠിക്കുക എന്നത്, പഠിപ്പിക്കുക എന്നത് വലിയ ഒരു കൃപയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭരണങ്ങാനത്തിന് വലിയ മാതൃക ലോകത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സന്ദർശിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നും, പല പ്രദേശങ്ങളിൽ നിന്നും, വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ വരുന്ന കുട്ടികൾ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിങ്കിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെന്നും കാണുന്ന കാര്യമാണ്. ഇതെല്ലാം ഭരണങ്ങാനത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് പലരും ഓടി നടക്കുന്നത്. ഇവിടുത്തെ +2-ലേക്ക് അഡ്മിഷൻ്റെ സമയം വരുമ്പോൾ സ്കൂളിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നേതാക്കന്മാരുടെ വിളികൾ മാത്രം എടുത്തു വെച്ചാൽ ഭരണങ്ങാനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാവും. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. മറ്റുള്ള എല്ലാ നേതാക്കന്മാരും ഒരു സീറ്റ് തരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. കഴിഞ്ഞു അതിന് മുമ്പിലത്തെ കൊല്ലവും എല്ലാം. സയൻസിന് 20 സീറ്റും കൊമേഴ്സിന് 10 സീറ്റും ഹ്യൂമാനിറ്റീസിന് 10 സീറ്റും ഉള്ളൂ. അതിന് 250-300 ഒക്കെ അപേക്ഷകൾ വന്നിട്ട് ഇതുപോലെ വലിയ നേതാക്കന്മാരെ ഫോണിൽ വിളിക്കുകയാണ്. ഭരണങ്ങാനത്തൊരു സീറ്റ് കിട്ടണം. അതിനെന്നാന്ന് വെച്ചാൽ ചെയ്യാം. കാശ് വേണമെങ്കിൽ അത്, മറ്റെന്തെങ്കിലും വേണമെങ്കിൽ അത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നതിൻ്റെ ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ ഭരണങ്ങാനത്തൊരു കുട്ടിയെ കൊണ്ടുവന്ന് വിട്ടാൽ അവൻ സമൂഹത്തിനും
ലോകത്തിനും കുടുംബത്തിനും നന്മ ചെയ്യുന്നയാളായി തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കൂളുകളെല്ലാം കൊണ്ടുപോകുന്നത്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകർക്ക് പണ്ടുണ്ടായിരുന്നൊരു സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. പരിശുദ്ധ പിതാവ് ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു തിരുവെഴുത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അധ്യാപകര് സത്യം പഠിപ്പിക്കണം എന്നാണ്. സത്യം എന്താണ് എന്ന് കുട്ടികൾ അറിയണം. അതാണ് പഠിപ്പിക്കേണ്ടത്. അത് ഏത് വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കാര്യമല്ല. സത്യം എന്താണ് എന്ന് പഠിപ്പിച്ച് സ്വയം പഠിച്ചിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസവും യഥാർത്ഥ അധ്യാപനവും എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കുട്ടികളെ ഈ സത്യം പഠിപ്പിക്കണമെങ്കിൽ വലിയ അധ്വാനം ആവശ്യമുണ്ട്. ഇന്നത്തെ കുട്ടികളോട് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നത് പോലെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു അധ്യാപകർ ഒരു കുട്ടിയോട് ഒരു ക്ലാസ്സിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടൊരു കാര്യം പറഞ്ഞു. അവനത് കേട്ടിട്ട് അവിടെ ഇരുന്നു. 5ാം ക്ലാസ്സാണ്. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അവൻ പറഞ്ഞു, ഇന്നലെ സാർ പറഞ്ഞ കാര്യം തെറ്റാണ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറഞ്ഞതാണ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യമാണ്, അതുകൊണ്ട് ഇന്നലെ സാറ് പറഞ്ഞത് തെറ്റാണ്. അതിൻ്റെ അർത്ഥം ഓരോ അധ്യാപകനും പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് സത്യം എന്താണ് എന്ന് വായിച്ചറിയണം. ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചറിയണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ നോക്കി പഠിക്കണം. പകരം വിദ്യാഭ്യാസം ഇന്ന് വളരെ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സമയമാണ്. കുട്ടികൾ അറിവിൻ്റെ വലിയ ലോകത്തിലാണ്. അവർ ഗൂഗിളും അതുപോലുള്ള മറ്റ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു മൊബൈലെടുത്ത് അതിനെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ നമുക്കത് ശരിയാക്കാൻ അറിയത്തില്ല. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി അത് ആ കുളമാക്കുമോ. അതേസമയത്ത് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ കയ്യിലോട്ട് ഒരു ഫോൺ എടുത്ത് കൊടുത്തിട്ട് ഇന്ന കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ ഫോൺ ശരിയാക്കി കൈക്കൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ നോട്ടം നോക്കും. താനെല്ലാം മനുഷ്യൻ എങ്ങുപോലും എടുത്തില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് കൊച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഇതാണ് ഇന്നത്തെ ലോകം. അപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അധ്യാപനവും പഠിപ്പിക്കലും എല്ലാം. അപ്പോൾ ഭരണകാലത്തെ സ്കൂളുകളെല്ലാം ഈ വെല്ലുവിളി നല്ലതുപോലെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത് ഈ സ്കൂളുകളിലെല്ലാം ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വെറുതെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ല, സമൂഹത്തിൽ വളരേണ്ടത് എങ്ങനെയാണെന്ന്, മാതൃക കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് ജീവിത വിജയം നേടേണ്ടതെന്ന്, എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് പഠിക്കേണ്ടത് എന്ന് നമ്മുടെ ഈ സ്കൂളുകളിലെല്ലാം വരുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ മേന്മയും. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഞാൻ തന്നെ ഇന്നൊരു വല്ലാത്ത തിരക്കിലാണ്, അതുകൊണ്ടാണ് സമയത്ത് വരാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് തിരിച്ചു പോവുകയും വേണം. എന്തായാലും ഈ സ്കൂളിനും ഇതിൻ്റെ മാനേജർക്കും ഹെഡ്മിസ്ട്രസിനും അധ്യാപകർക്കും അനധ്യാപകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട PTA പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്കെല്ലാവർക്കും ഏറെ അഭിനന്ദനം നേരുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.